മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയെ എത്രയും വേഗം ചോദ്യം ചെയ്യാൻ ഇഡിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുന്നിലിരിക്കെ വീണ വിജയനിലേക്ക് അന്വേഷണം എത്തുമെന്ന ശക്തമായ സൂചനയാണ് തിങ്കളാഴ്ച രാത്രി ശശിധരൻ കർത്തയ്ക്ക് ഇഡി നൽകിയ നോട്ടീസ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഈ ദ്രുതഗതിയിലുള്ള നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറെ അസ്വസ്ഥനാക്കുന്നുണ്ട്. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ മകൾ വീണയിലേക്ക് ഇഡി അന്വേഷണം എത്തുന്നത് സംബന്ധിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചു. ഇഡി പലതരത്തിൽ വേട്ടയാടുന്നുവെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകൻ മകളിലേക്ക് ഇഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ എന്ന് ചോദിച്ചു. ഇത് മുഖ്യമന്ത്രിയെ ചൂടിപ്പിച്ചു. ആ തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചോളൂ, എനിക്കുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക്, ബാക്കി നമുക്ക് പിന്നീട് പറയാം. പിന്നാലെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി മടങ്ങി. അതേസമയം മാസപ്പടി കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഉദ്യോഗസ്ഥരെ ഇഡി ചോദ്യം ചെയ്യുന്നത് 24 മണിക്കൂർ പിന്നിട്ടു. കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇഡി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ ഗുണകരമാകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇഡി ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഏപ്രിൽ 26-ന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം വലിയ തോതിൽ ചർച്ചയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് ഇഡി പദ്ധതിയിടുന്നതെന്നും സൂചനയുണ്ട്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ CMRL 1.72 കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനു പുറമെ വായ്പയായിട്ടും 1/2 കോടിയോളം നൽകി. ഇതെല്ലാം ചേർത്താണ് ഇഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുന്നത്.